ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 334. നമ്മൾ 63ാമത്തെ ഉപനിഷത്തായിട്ട് ചാന്തോഗ്യോപനിഷത്താണ് നോക്കുന്നത്. അതിൽ അധ്യായം 1 ഖണ്ഡം 6 ഇന്ന് നോക്കുന്നത്. അതിൽ 1ാമത്തെ മന്ത്രത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ പൃഥ്വി ഇറുക്കാകുന്നു, ഈ ഭൂമി ഋക്കാകുന്നു. ഋക്ക് എന്ന് പറയുമ്പോൾ എല്ലാ സ്തുതികളും ഋഗ്വേദങ്ങളിലുള്ള മന്ത്രങ്ങളെയാണ്, സ്തുതികളെയാണ് ഋക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്തുതികൾ എന്ന് പറയുന്നത് ശാസ്ത്ര തത്വങ്ങൾ, പ്രപഞ്ചം, രഹസ്യം. ആ പ്രപഞ്ച രഹസ്യം അത് തന്നെയാണ് സയൻസ്. അതാണ് ഋഗ്വേദത്തിലുള്ളത്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സയൻസ് അടങ്ങിയ പുസ്തകമാണ് ഋഗ്വേദം. ആ ഋക്കാകുന്നു ഭൂമി എന്ന് പറഞ്ഞാൽ, ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും ഋഗ്വേദത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഭൂമി എന്ന് പറയുന്നത് ഖരവസ്തുവാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഖരവസ്തുക്കളും, ഈ പ്രപഞ്ചം തന്നെ ഖരമായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. അത് ഋക്കാകുന്നു. അത് ഏതിൽ നിന്നാണ് ഉണ്ടായത്? അപ്പം ഭൂമി എന്ന് പറയുന്നത് ഖരവസ്തുവാണ്, ദ്രവ്യമാണ്. സയൻസിലും ദ്രവ്യ ഊർജമാണുള്ളത്. ഊർജമാണ് ദ്രവ്യമായി വരുന്നതെന്ന് പറയുമ്പോൾ ദ്രവ്യത്തിൻ്റെ ഒരു രൂപമാണ് ഭൂമി, എർത്ത്, ഖരവസ്തു. അത് അഗ്നിയിൽ നിന്നാണ് ഉണ്ടായത്. അപ്പം അതിൻ്റെ സത്ത എന്ന് പറയുന്നത് അഗ്നിയാണ്. അഗ്നി സാമവേദമാകുന്നു. അപ്പോൾ ഖരരൂപത്തിലുള്ള ഭൂമി, പ്രപഞ്ചം ഏതിൽ നിന്നാണ് ഉണ്ടായത്? ഊർജത്തിൽ നിന്നാണ്, അഗ്നിയിൽ നിന്നാണ് ഉണ്ടായത്. അപ്പം അതിൻ്റെ സത്ത എന്ന് പറയുന്നത് അടിസ്ഥാനം, പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ വസ്തു, ആ ഇൻപുട്ട്, അത് അഗ്നിയാകുന്നു. അത് സാമവേദമാകുന്നു. സാമവേദം എന്ന് പറയുന്നതാണ് കെമിസ്ട്രി. അകത്തേക്ക് കയറി നോക്കുക, ഏതിലൂട്ടിയാണ് അത് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള സാമം ഈ ഋക്കാകുന്ന പൃഥ്വിയുടെ ഉപരിഭാഗത്തിൽ ഇരിക്കുന്നതായി ഗാനം ചെയ്യുക. അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന വസ്തുവായിട്ട് അതിനെയെല്ലാം മൂടി നിൽക്കുന്ന വസ്തു, അതിൽ മുഴുവൻ വ്യാപിച്ച്, ഉപരിതലമടക്കം വ്യാപിച്ച് കിടക്കുന്ന വസ്തു സാമമാണ് എന്ന നിലയിൽ ഗാനം ചെയ്യുക. അങ്ങനെ സാമത്താലാണ്, സോമത്താലാണ് പ്രപഞ്ചമെല്ലാം ഉണ്ടായി എന്നത് സാമവേദത്താലാണ്, കെമിസ്ട്രിയിലൂടെയാണ് പ്രപഞ്ചമുണ്ടായിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ പൃഥ്വി സാ എന്ന്, സാമം എന്നതിൻ്റെ പൃഥ്വി സാവും, അഗ്നി അമ, സാമം അമയുമാകുന്നു. അപ്പം സാമം എന്ന് പറയുമ്പോൾ അതിൽ പൃഥ്വിയുണ്ട്, അതിൻ്റെ സത്തയായ അമയും ഉണ്ട്, അഗ്നി. അതിലടങ്ങിയിരിക്കുന്ന വസ്തു എന്താണ്? അഗ്നി. അപ്പം അഗ്നിയിൽ നിന്നാണ് പൃഥ്വിൻ്റെ ഉത്ഭവം, അല്ലെങ്കിൽ അഗ്നിയിലാണ് പൃഥ്വിൻ്റെ കിടപ്പ്. അപ്പം പൃഥ്വിയും അഗ്നിയും ചേർന്നാണ് സാമമാകുന്നത്. അപ്പം സാമവേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വി കൂടിയതും അഗ്നിയും കൂടിയതാണ്. ആ സാമത്തിൻ്റെ സാ എന്നത് പൃഥ്വിയായിട്ട് എടുക്കുകയാണെങ്കിൽ അമ എന്നത് അഗ്നിയായിട്ടും എടുക്കാം. അതായത് ഊർജത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്, ദ്രവ്യമുണ്ടായത്, ഭൂമി ഉണ്ടായത്, ഖരവസ്തുക്കളെല്ലാം ഉണ്ടായത്. അതേപോലെ തന്നെ അന്തരീക്ഷം ഋക്കാകുന്നു. ഈ അന്തരീക്ഷം എന്ന് പറയുന്നത്, നമ്മൾ മുകളിൽ കാണുന്ന അന്തരീക്ഷം എന്ന് പറയുന്നത് ഋക്കാണ്. ആ അന്തരീക്ഷത്തിൽ സൂക്ഷ്മമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ എന്താണുള്ളത്? കുറേ കണങ്ങളെ കൊണ്ടുണ്ടായിട്ടുള്ള വായു കണങ്ങളാണ്. അപ്പം വായു എന്താണ്?
സാമവേദമാണ്, സാമമാണ്. അന്തരീക്ഷം ഋക്കാണെങ്കിൽ വായു, അതിൻ്റെ അകത്ത് അന്തരീക്ഷത്തിൽ എന്താണ് ഉള്ളത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വായു രൂപത്തിലുള്ള കണങ്ങളാണുള്ളത്. അത് സാമമാണ്, അതിൻ്റെ സത്ത. അങ്ങനെയുള്ള സാമം ഋക്കിൽ സ്ഥിതി ചെയ്യുന്നു. ആ ഋക്ക് അന്തരീക്ഷത്തിലെ മുഴുവൻ സാമമാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ സാമം ഋക്കിൽ അധ്യൂഢമായതായി ഗാനം ചെയ്യുക. ആ തരത്തിൽ നമ്മൾ ഗാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക, അല്ലെങ്കിൽ ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ സാമവേദത്തിൻ്റെ സാ അന്തരീക്ഷവും അമ എന്നത് വായുവുമാകുന്നു. അന്തരീക്ഷവും വായുവും ചേർന്നതാണ് സാമവേദം, സാമമാകുന്നു. അതായത് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം, അവസാനം, ഈ കാണുന്ന ദൃശ്യവും അതിൻ്റെ സൂക്ഷ്മവും കൂടി ചേർന്നതെല്ലാം സാമവേദത്തിലൂട്ടിയാണ് വരുന്നത്. അതായത് കെമിസ്ട്രിയിലൂട്ടിയാണ് വരുന്നത്. എന്ത് പ്രപഞ്ചത്തിലുള്ള വസ്തുവെ നോക്കിക്കഴിഞ്ഞാൽ അവസാനം എത്തിച്ചേരുന്നത് കെമിസ്ട്രിയിലാണ്. കാരണം അതിലൂട്ടിയാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്ത മന്ത്രത്തിൽ ദേവ് എന്ന് പറയുന്നത് ഋക്കാകുന്നു. ദേവ് എന്ന് പറഞ്ഞാൽ ആകാശത്ത് കാണുന്ന എല്ലാം, അത് ഋക്കാകുന്നു. അതിൽ ആദിത്യൻ സാമമാകുന്നു. പ്രപഞ്ചത്തിലെ ഈ പ്രപഞ്ചം മുഴുവൻ, ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ കുറേ ഗോളങ്ങൾ കൂടിയതാണ് ആകാശം. അതിൽ നമ്മളതിൽ ഏതിനെ എടുക്കുന്നുള്ളൂ? കേന്ദ്രമായിട്ട് സൂര്യനെയാണ് എടുക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ബിന്ദു, കേന്ദ്രമാണ് ആദിത്യൻ. അപ്പം ആദിത്യൻ എന്താകുന്നു? സാമമാകുന്നു. ഇപ്പം ദ്വേവ് ഋക്കാണെങ്കിൽ അതിനെ സൂക്ഷ്മമായി അനലൈസ് ചെയ്യുമ്പം കുറേ എന്താണ് ഈ പ്രപഞ്ചത്തിൽ കാണാൻ പോകുന്നത്? കുറേ സൂര്യനെ പോലെയുള്ള ഗോളങ്ങളാണ്, അത് നക്ഷത്രങ്ങളാണ്. ഈ പ്രപഞ്ചം ഇതിനെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന നക്ഷത്രങ്ങളെ കൊണ്ട്, കുറേ നക്ഷത്രങ്ങൾ. ആ നക്ഷത്രത്തിൽ ഒന്നാണ് സൂര്യൻ. അതായത് നക്ഷത്രങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു നക്ഷത്രമാണ് സൂര്യൻ. അപ്പം സൂര്യൻ സാമമാണ്. സൂര്യനിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അനേക സൂര്യന്മാർ കൂടിയിട്ട് ഈ പ്രപഞ്ചം എന്ന് പറയുന്നതിൽ ദ്യോവ് എന്ന് പറയുന്നത് ഋക്കാകുന്നു. അങ്ങനെയുള്ള സാമം ഋക്കിൻ്റെ മേലെയായി സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയുള്ള സാമം. അപ്പം ഈ പ്രപഞ്ചം എന്നതിൻ്റെ മുകളിലാണ് സൂര്യൻ്റെ സ്ഥാനം. കാരണം ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായിരിക്കുന്നത് സൂര്യനെ കൊണ്ടാണ്. അപ്പം സൂര്യൻ്റെ സ്ഥാനം പ്രപഞ്ചത്തിന് മുകളിലാണ്. കാരണം സൂര്യനെ പോലെ കുറേ സൂര്യന്മാർ കൂടിയതാണ് പ്രപഞ്ചമായി മാറിയത്. അതുകൊണ്ട് സാമം ഋക്കിൽ അദ്യുഢമായി ഗാനം ചെയ്യുന്നു. ആ തരത്തിൽ നമ്മളതിനെ മനസ്സിലാക്കണം. ഇപ്പം ദ്വവ് സ എന്ന് നമുക്ക് കണക്കാക്കാം. അതുപോലെ ആദിത്യൻ എന്താണ്? അമ. അപ്പം ദ്വവും ആദിത്യനും കൂടിയതാണ് സാമം. ഇനി നക്ഷത്രങ്ങൾ ഋക്കാകുന്നു. ഈ നക്ഷത്രത്തിന് പ്രാധാന്യം വരുന്ന ഏതിൽ നിന്നാണ്? ചന്ദ്രനിലാണ്. ഓരോ നക്ഷത്രത്തിനും നമ്മൾ പ്രാധാന്യം, ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു, അതിനാണ് പ്രാധാന്യം. അപ്പം ചന്ദ്രൻ എന്താകുന്നു? സാമമാകുന്നു. അങ്ങനെയുള്ള സാമം ഈ ഋക്കിൻ്റെ മേലെയായി സ്ഥിതി ചെയ്യുന്നു. അതിനാൽ സാമം ഋക്കിൽ അദ്യുഢമായി ഗാനം ചെയ്യുന്നു. നേരത്തെ പറഞ്ഞാലും തന്നെ. അതിനാൽ നക്ഷത്രങ്ങൾ സാവും ചന്ദ്രൻ അമയുമാണ്. നക്ഷത്രവും ചന്ദ്രനും കൂടിയത് സാമമാകുന്നു. ഇനി സൂര്യൻ്റെ ശുക്ലമായ ദീപ്തി ഋക്കാകുന്നു. സൂര്യൻ്റെ ആ പ്രകാശം ഉണ്ടല്ലോ, കിരണത്തിലൂട്ട് വരുന്ന ആ ദീപ്തി, അത് ഋക്കാകുന്നു. എന്നാൽ നീലയോടുകൂടിയ ആ കറുപ്പാകട്ടെ സാമമാകുന്നു. നീലയായിട്ട് അടുപ്പിച്ച് ചേർത്ത് വെച്ചിട്ട് കൊണ്ടാണ് കറുപ്പിനെ പറഞ്ഞിരിക്കുന്നത്. അതാണ് കൃഷ്ണവർണം എന്നെല്ലാം പറയുന്നത്.
അപ്പം കറുപ്പാകട്ടെ സാമമാകുന്നു. അതിനാൽ സാമം ഋക്കിൽ അദ്യുതമായി ഗാനം ചെയ്യണം. ആ തരത്തിൽ നമ്മൾ കാണണം, അതിനെ മനസ്സിലാക്കണം. അപ്പോൾ ഈ ദീപ്തി എന്നത് ആദിത്യൻ്റെ ശുക്ലമായ ദീപ്തി, ശുക്ലവർണമായ ദീപ്തി, ആ പ്രകാശം. സാ ആണെങ്കിൽ കൃഷ്ണവർണമായ കറുപ്പുണ്ടല്ലോ, വെളിച്ചം പോയാൽ കറുപ്പ്, കൃഷ്ണവർണം, അത് അമയുമാകുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ദീപ്തിയും നീലമായ കറുപ്പും ചേർന്നത് സാമമാകുന്നു. എല്ലാം ഓരോന്ന് ദ്വയമായിട്ട്. സാമം എന്ന് പറയുന്നത് ആ സൂക്ഷ്മമായ അതിൻ്റെ അംശം ചേർന്നുണ്ടായിരിക്കുന്ന ആ ദ്രവ്യത്തെ, അല്ലെങ്കിൽ ആ വലിയ സംഗതിയെ. മറ്റേത് അതിൻ്റെ സത്ത, അതാണ് സാമം. സാമവേദം എന്ന് പറയുമ്പോൾ ഏതൊരു വസ്തുവും ഏതിനെ കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്, ആറ്റങ്ങളെ കൊണ്ട്, ഇതെല്ലാം പഠിക്കുന്ന കെമിസ്ട്രിയാണ് സാമവേദം. അപ്പോൾ സാമവേദത്തിലൂടെയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതായത് പ്രപഞ്ചത്തെ മനസ്സിലാക്കേണ്ടെങ്കിൽ കെമിസ്ട്രി പഠിച്ചേ പറ്റുള്ളൂ എന്ന് സാരം. ഇനി സൂര്യൻ്റെ മധ്യത്തിലുള്ള, സൂര്യനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രാണൻ എന്നെല്ലാം നേരത്തെ പറഞ്ഞുകൊണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിലെ സൂര്യനാണ് കേന്ദ്രം. ബാക്കി എന്തുണ്ടായാലും നമുക്കതിലൊന്നും കാര്യമില്ല. ജ്യോതിഷത്തിൽ സൂര്യനാണ് കേന്ദ്രം. സൂര്യൻ്റെ മധ്യത്തിലാണ് ആരിയിരിക്കുന്നത്? ആ പരമാത്മാവാവുന്ന ബ്രഹ്മം ഇരിക്കുന്നത്. അതാണ് ഹിരൺമയ പുരുഷൻ, ഹിരണ്യകേശൻ എന്നെല്ലാം പറയുന്നത്. അതിൻ്റെ നഖം മുതൽ എല്ലാം സുവർണകോശമാണ്. അവൻ്റെ അക്ഷികൾ കപിയുടെ പൃഷ്ഠത്തിൻ്റെ താഴെ അറ്റം പോലെയാണ്. അതിൻ്റെ അക്ഷികൾ, കവി എന്ന് പറയുമ്പോൾ കുരങ്ങൻ്റെ പൃഷ്ഠത്തിൻ്റെ പിൻഭാഗത്തിൻ്റെ ഈ അറ്റം ഉണ്ടല്ലോ, ഏത് പിന്നറ്റം, ആ പിന്നറ്റത്തിൻ്റെ അറ്റം പോലെ, ആ പിൻഭാഗത്തിൻ്റെ അറ്റം അതുപോലെയാണെന്ന് പറയുന്നത്. അവിടെ എങ്ങനെയാണ് ഉള്ളത്? കുരങ്ങിൻ്റെ അവിടെ ആ പിൻഭാഗത്തിൻ്റെ അറ്റം അതുപോലെയാണ്. അത് ഏതുപോലെയാണെന്നാ പറയുന്നത്? താമരപ്പൂ പോലെയാണ്. അപ്പൊ സൂര്യന്റെ അക്ഷികൾ, സൂര്യനിൽ നിന്നാണ് രശ്മികൾ ഇങ്ങനെ വരുന്നത്. നമ്മളെ കണ്ണും സൂര്യനെ പോലെ തന്നെയാണ്. കണ്ണിൽ നിന്ന് പീലിയെല്ലാം ഇങ്ങനെ, കണ്ണിൻ്റെ പുരികെല്ലാം ഇങ്ങനെ ആയിട്ട്, അതുപോലെ തന്നെ ആ സൂര്യനും ഉള്ള. ആ സൂര്യനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് രശ്മികൾ ഇങ്ങനെ, അത് കവി എന്ന അതായത് കുരങ്ങൻ്റെ പിൻഭാഗത്തിൻ്റെ ഏറ്റവും അറ്റം ഉണ്ടല്ലോ, ആ അറ്റം പോലെയാണ്, അത് താമര പോലെയാണെന്നാണ് പറയുന്നത്. അത് കുരങ്ങനെ പിടിച്ച് നോക്കിയാൽ അറിയാം. പക്ഷെ താമര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇങ്ങനെയാണ് വിരിഞ്ഞ്, മുട്ടയിൽ നിന്ന് വിരിഞ്ഞിങ്ങനെയല്ലേ വരുന്ന, അതുപോലെയാണെന്നാണ് പറയുന്നത്. അവൻ്റെ നാമം ഉദിതി. ഉദ്ഘോഷിക്കുക എന്ന വാക്കിന് ഏറ്റവും ആ തരത്തിൽ നേരെ ഉദ്ഗീതം എന്നെല്ലാം പറയുന്ന തരത്തിൽ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഉദിതി, ഉദിച്ചു വരുന്നത് എന്നെല്ലാം വരാം. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ, അതുകൊണ്ടാണ് ഉദിതി എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ആ സൂര്യനിലാണ് നമ്മളെ ബ്രഹ്മം ഇരിക്കുന്നത്. ഏത്? ഹിരൺമയ പുരുഷൻ ഇരിക്കുന്നത്. സൂര്യനിൽ കേന്ദ്രത്തിൽ ആ ബ്രഹ്മം ഇരിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കണം. ആ ബ്രഹ്മത്തിൽ നിന്ന് താമരപ്പൂവിൻ്റെ വരുന്നത് പോലെ രശ്മികൾ ഇങ്ങനെ വന്നിട്ടാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്, ആ സെൻട്രലിൽ നിന്ന്. അത് കവി എന്ന കുരങ്ങൻ്റെ പിൻഭാഗത്തിൻ്റെ അറ്റം പോലെയാണ് അതുള്ളത്. അതുകൊണ്ട് അതിന് ഉദിതി എന്ന് പറയാമെന്ന് പറയുകയാണ്. അവിടെ നിന്നാണ് ഉദിച്ചു വരുന്ന അവസ്ഥ. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അതാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. അതിലുള്ള ഹിരൺമയ പുരുഷനാണ് കർമ്മത്തെ മുഴുവൻ. ആ സൂര്യനുമല്ല, ആ സൂര്യൻ്റെ അകത്തുള്ള ഉദിച്ചു വരുന്ന ആ പ്രകാശമെല്ലാം ഏതിൽ നിന്ന് വരുന്നതാണ്?
ആ ഹിരൺമയ പുരുഷ അതിൽ നിന്നും വരുന്നതാണ്. അതാണ് ഉദിതി, ഉദിച്ചു വരുന്ന ആ അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കണം. ഒരു രാവിലെ ഉദിക്കുമ്പോഴാണ് ആ ദിവസത്തിൻ്റെ എല്ലാം വികസിച്ച് കർമ്മത്തിനെല്ലാം പ്രേരിപ്പിച്ചു കൊണ്ടുപോകുന്നത്. അതാ സൂര്യൻ്റെ ഉദിച്ചു വരുമ്പോൾ ആ സമയത്ത് അതിൻ്റെ രൂപം നമ്മളൊരു താമരയായിട്ടോ ഒരു കുരങ്ങൻ്റെ ആ പിൻഭാഗത്തിൻ്റെ അറ്റം പോലെയെല്ലാം സങ്കല്പിച്ച് അതിൽ നിന്നിങ്ങനെയാണ് ആ ശക്തിവിശേഷം ഉദിച്ചു വരുന്നത് സൂര്യനിലൂടെ. ആ ദൈവം എല്ലാ പാപങ്ങൾക്കും മീതെയാണ്. ആ ശക്തിയാണ് ഈ ലോകത്തിലുള്ള പാപങ്ങളെ മുഴുവൻ അകറ്റാൻ വേണ്ടിയിട്ട് ഉദിച്ചിങ്ങ് വരുന്നത്. അന്ധകാരത്തെയെല്ലാം മാറ്റി ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഉദിച്ചു വരുന്നത്. ആ സത്യം അറിയുന്നവൻ ഈ തരത്തില് ആ സൂര്യൻ്റെ അകത്ത് ഹിരൺമയ പുരുഷനെ, ആ പുരുഷനെ, ആ ബ്രഹ്മത്തെ ആർക്ക് ദർശിക്കാൻ കഴിയുന്നുവോ അവൻ പാപങ്ങളിൽ നിന്നും മുക്തനാകും. അപ്പം ഈശ്വരനെ, അതുകൊണ്ടാണ് സൂര്യനെ ഉദിച്ചു വരുന്ന സൂര്യനെ നമ്മൾ നമസ്കരിക്കുന്നത്. സൂര്യനെ അല്ല നമസ്കരിക്കേണ്ട, ആ സൂര്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ പ്രകാശമാണ് നമ്മളെ നയിക്കുന്നത് എന്ന നിലയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവിടെയാണ് ബ്രഹ്മത്തിൻ്റെ ഇരിപ്പ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവന് പാപത്തിൽ നിന്ന് മോക്ഷം കിട്ടും. അല്ലാതെ വെറുതെ ആ സൂര്യനെ നോക്കിയിരുന്നിട്ട് വേറെ കാര്യമൊന്നും. സൂര്യനെ നോക്കാൻ കണ്ണടിച്ചു പോകും. അവൻ്റെ ഋക്കുകളും സാമകളും മുട്ടുകളാകുന്നു. അവൻ്റെ ആ സൂര്യൻ്റെ അകത്തിരിക്കുന്ന ആ ശക്തിവിശേഷത്തിൻ്റെ ഋക്കുകളും സാമങ്ങളും, സാമമാണ് സത്ത, അതിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത്. അത് അവൻ്റെ മുട്ടുകളാകുന്നു. മുട്ടുകളുടെ പ്രത്യേകത എന്താണ്? വളക്കുക, വലുതാക്കുക, അടുപ്പിച്ച് വെക്കുക, ഇങ്ങനെയാണ്. അപ്പം അതിൽ നിന്നാണ് നിവർന്നു വരുന്നതും അവസാനം കൂടിച്ചേരുന്നതും. മുട്ട് ചെയ്യുന്ന എങ്ങനെയാണ് അതുപോലെ അവൻ്റെ മുട്ടാണ് എന്ന് പറയുമ്പോൾ അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉദിച്ചു വരുന്നതും ചേർന്ന് പോകുന്നതും. സൂര്യൻ ഉദിക്കുമ്പോഴെല്ലാം ആക്റ്റീവാകും, സൂര്യൻ അസ്തമിക്കുമ്പോൾ എല്ലാം അതിൽ പോയി ലയിച്ചു, പിന്നെ എല്ലാം ആവും. അതുപോലെ പ്രപഞ്ചം ഉത്ഭവിക്കുന്നതും അസ്തമിക്കുന്നതും അതിലാണ്. അതിനാൽ അവൻ ഉദ്ഗീതമാകുന്നു. അതുകൊണ്ട് ഏറ്റവും അധികം ഉദ്ഘോഷിക്കേണ്ടത് ഏത് തന്നെയാണ്? ആ ബ്രഹ്മത്തെയാണ് എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അതിൽ തന്നെ ഉദ്ഗീതത്തെ ദർശിക്കണം. അതായത് പ്രപഞ്ചത്തിൻ്റെ ആധാരം ബ്രഹ്മത്തെ ഒന്ന് അന്വേഷിച്ച് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ആ സൂര്യൻ്റെ അകത്ത് നമ്മൾ ഉദിച്ചു വരുന്ന സൂര്യനാണ് എല്ലാത്തിനും പ്രേരിപ്പിക്കുന്നത്. ആ സൂര്യനിൽ നമ്മൾ ആ ബ്രഹ്മത്തെ ദർശിക്കണം, ആ ഹിരൺമയ പുരുഷനെ ദർശിക്കണം. ഉത്തൻ എന്ന ആ നാമത്തോടു കൂടി ആ ദേവന്റെ ഗാഥാവ് ഉത്തിനെ ഗാനം ചെയ്യണം. ആ ഉദിച്ചു വരുന്ന സൂര്യനെ തന്നെ നമ്മൾ ബ്രഹ്മമായി കണ്ടുകൊണ്ട് നമ്മൾ അതിനെ ഗാനം ചെയ്യണം. ഉത്തൻ എന്ന പേരുള്ള ആ ദേവൻ, ഉത്തം എന്ന് പറഞ്ഞാൽ ഉദിച്ചു വരുന്നത് എന്നല്ല, ആ ഉദിച്ചു വരുന്ന സൂര്യന് പേര് കൊടുത്തിരിക്കുന്ന പേരാണ് ഉദിച്ചു വരുന്ന സൂര്യൻ. അതാണ് സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മ സൂര്യനെ തൊഴാൻ വേണ്ടി പോകുന്നത്. കാരണം ആ സൂര്യനിലാണ് നമ്മൾ ഏതിനെ പ്രപഞ്ചത്തിൻ്റെ അന്നത്തെ ആക്ടിവിറ്റി എല്ലാം അതിൽ നിന്നാണ് ആരംഭിച്ചു വരുന്നത്. അതുകൊണ്ട് ആ സമയത്തുള്ള സൂര്യനിലൂടെ നമ്മൾ അതിൽ ബ്രഹ്മത്തെ ദർശിക്കാൻ ശ്രമിക്കുക. ആദിത്യന് മേലുള്ള ലോകങ്ങൾ ഏതും ഉള്ള ലോകങ്ങളിൽ മുഴുവനുള്ള എല്ലാ ദേവന്മാർക്കും അവൻ ഈശ്വരനാകുന്നു. ആദിത്യന് മുകളിലുള്ള, അതായത് സൂര്യന് പുറമെ വരുന്ന എല്ലാ ലോകങ്ങൾക്കും
ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ, ഈ സൂര്യന് പുറമെ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാമുള്ള, അതായത് ഈ പ്രപഞ്ചത്തിൽ എല്ലാമുള്ള എല്ലാ വസ്തുക്കൾക്കും എന്തെല്ലാമുണ്ടോ അതിനെല്ലാമുള്ള ഈശ്വരൻ അതാകുന്നു. അതാണിപ്പം പറഞ്ഞുകൊണ്ട് വരുന്നത്. നമ്മൾ ഈ ഈശ്വരൻ എന്ന് പറയുന്നത് ആ സൂര്യനിൽ നിന്ന്, ഉദിച്ചു വരുന്ന സൂര്യനിൽ നിന്ന്, അതാണ് എല്ലാവരെയും കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ പക്ഷികളെ എല്ലാം ആക്റ്റീവാകും. വീട്ടിലെ അമ്മമാർ പിള്ളേരെ എല്ലാം തട്ടി, ഇതാ സൂര്യൻ ഉദിച്ചു എന്ന് പറഞ്ഞല്ല തട്ടി. അപ്പൊ ആ പ്രേരിപ്പിക്കുന്ന ശക്തിയെ നമ്മൾ എവിടെ കാണണം? ഒരു ദിവസത്തില് ഈശ്വരനെ കാണാൻ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും ഈശ്വരനെ കാണണ്ടെങ്കിൽ ആ സൂര്യനിൽ, ഉദിച്ചു വരുന്ന സൂര്യനിൽ, അതിനെ ഒരു താമരയായിട്ട് സങ്കല്പിച്ചുകൊണ്ട്, അല്ലെ ഒരു കവി എന്ന കുരങ്ങിന്റെ പിൻഭാഗത്തിന്റെ അറ്റത്ത് ആ അറ്റന്മാരെ സങ്കല്പിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ ആ ഈശ്വരനെ ദർശിക്കണം.